السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ഫതുഹുൽ മുഈനിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. ഫതുഹുൽ മുഈനിൽ നമ്മൾ ഔഖാത്തു സ്വലാത്തിലാണ് നമ്മൾ വന്നത്. ഔഖാത്തു സ്വലാത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ളുഹറിന്റെ സമയം നമ്മൾ മനസ്സിലാക്കി. അതിൽ അസറിന്റെ സമയമാണ് ഇനി പഠിക്കാനുള്ളത്. അസർ എന്ന പദപ്രയോഗം തന്നെ വന്നത് അസ്തമയത്തിലേക്ക് അടുത്തത് എന്ന നിലക്കാണ്. പിന്നെ അസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിഴിയുക എന്നും ഒരർത്ഥമുണ്ട്. അതായത് പിഴിഞ്ഞെടുക്കുക, അസീർ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയും ഒരർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ ഖുറൂബ്, അസ്തമയത്തിലേക്ക് ഇങ്ങനെ ഖുറൂബായി അടുത്തു വന്നു എന്ന അർത്ഥത്തിലാണ് അസർ എന്ന് പേരിട്ടത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഷറഹിലുണ്ട്. അതിന്റെ ടൈം ളുഹറിന്റെ അവസാന ടൈം. ളുഹറിന്റെ അവസാന ടൈം ഒരു വസ്തുവിന്റെ നിഴല് അതിനോളം ആകുക എന്ന് പറഞ്ഞില്ലേ, ആ ടൈം മുതൽ ഇങ്ങോട്ട് തുടങ്ങും. എന്നിട്ട് ഏത് വരെ പോകും? അസ്തമിക്കുന്നത് വരെയാണ് അതിന്റെ ടൈം. അതായത് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയം വരെ എന്നർത്ഥം. അതായത് അസ്തമയ സമയം വരെ അതിന്റെ ടൈമാണ്. അതാണ് ഇപ്പൊ വഖ്തു അസ്റിൻ, അസറിന്റെ ടൈം. അസർ എന്ന് പേരിക്കാൻ കാരണം ഉറൂബിലേക്കുള്ള അടുത്തു എന്നതുകൊണ്ടാണ്. മിൻ ആഖിരി വഖ്തു ളുഹ്രി, ളുഹറിന്റെ സമയത്തിന്റെ അവസാനം മുതൽ ഏത് വരെയാണ്? ഇലാ ഖുറൂബി ജമിയ ഖുർസ് ഷംസ്, ഷംസിന്റെ ആ വട്ടക്കണ്ണിയുടെ മുഴുവനും മറയുന്നത് വരെയാണ്. അങ്ങനെയാണ്. അതായത് ആ ഷംസിന്റെ ആ തടി, അടി, നമ്മളെ കാഴ്ചയിൽ കാണുന്ന തടിയുടെ ആ കുർസ്, ആ വട്ടക്കണ്ണി ഉണ്ടല്ലോ, അത് മുഴുവനും ഇങ്ങോട്ട് മറയുന്നത് വരെയാണ്. അപ്പൊ അത് വരെയാണ് ഏതുള്ളത്? മത്തിന് അസറിന്റെ ടൈം ഉള്ളത് എന്നർത്ഥം. അപ്പൊ വഖ്തു മഗ്‌രിബിൻ, ഇനി മഗ്‌രിബി എന്ന് പറഞ്ഞാൽ പിന്നെ അസ്തമയത്തോട് അസ്തമിച്ചു, അപ്പൊ അതുകൊണ്ട് മഗ്‌രിബി എന്ന് പേര് വെച്ചു. അതാണ് മഗ്‌രിബിന്റെ ടൈം. മിനൽ ഖുറൂബി, സൂര്യൻ അസ്തമിച്ചത് മുതല്, സൂര്യൻ മുതല് ആ ചുവന്ന ഷഫഖുൻ അഹ്മർ, ആ പിന്നെ ചുവന്ന ആ കളറ് അത് ഇങ്ങോട്ട് മറയുന്നത് വരെയാണ്. അതായത് ഉഫ്കിലുണ്ടാകുന്ന ഷഫഖുൻ അഹ്മർ അത് ഇങ്ങോട്ട് മാറുന്നത് വരെയാണ് പറയാൻ നമുക്ക് മഗ്‌രിബിന്റെ ടൈം. ഇപ്പൊ വഖ്തു മഗ്‌രിബിന്റെ ടൈം മിനൽ ഖുറൂബി, അസ്തമയം മുതൽ, ഇലാ മഗ്‌രിബി ഷഫഖുൻ അഹ്മർ, അതായത് പിന്നെ ആകാശത്തിലുള്ള ആ ചുവപ്പിന്റെ തെളിവ്, ആ ചുവപ്പിന്റെ ആ ചുവപ്പെന്ന കളറ്, ആ ചുവപ്പ് ഇങ്ങോട്ട് മറയുന്നത് വരെയാണ്. അപ്പോ ആകാശത്ത് നമുക്ക് നോക്കിയാൽ ഒരു ചുവപ്പിന്റെ കളർ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ആ ചുവപ്പ് ഇങ്ങോട്ട് മറയുന്നത് വരെയാണ് ഏത്? മഗ്‌രിബിന്റെ ടൈം. ഷഫഖുൻ അഹ്മർ എന്നതിന് പറയും. ആ പിന്നെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചുവന്ന കളർ അതിങ്ങനെ മാറുന്നത് വരെയാണ്. ഇപ്പൊ വഖ്തു ഇശാഇൻ, ഇശാഇന്റെ ടൈം മഗ്‌രിബി ഷഫഖ്, ആ ചുവപ്പ് മറഞ്ഞത് മുതൽ ആണ്. ചുവപ്പ് ഇങ്ങോട്ട് മറഞ്ഞത് മുതല് പിന്നെ അത് എങ്ങോട്ട് നീണ്ടു പോകുന്നുണ്ട്? സുബഹയുടെ ടൈം വരെ പോകുന്നുണ്ട്. അതാണ് ഖാല ശൈഖുന പറഞ്ഞു, വയംബഗി, അത്യാവശ്യമാണ്, നദ്ബു തഖീരി സവാലിൽ അസ്ഫരി വൽ അബിയദി എന്നാണ്. ആ നദ്ബു തഖീരിഹ, ആ പിന്നെ ഇശാഇനെ പിന്തിപ്പിക്കൽ, സവാലിൽ അസ്ഫരി വൽ അബിയദ്, ആ വെളുപ്പും മഞ്ഞയും നീങ്ങുന്നത് വരെ ഇങ്ങോട്ട് നീക്കലാണ്. അപ്പൊ ഏകദേശം മഗ്‌രിബിന്റെ ടൈം കഴിഞ്ഞാൽ 1 മണിക്കൂറും 20 മിനിറ്റും തന്നെ വേണം ഇശാഖിന്. അപ്പോഴേ ഈ വെളുപ്പും ആ മഞ്ഞയും കൂടി ഫുള്ള് ഇങ്ങനെ മറയുള്ളൂ. മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം ഈ ടൈമിന്റെ കദർ നോക്കിയാൽ അത് ശരിയാവും. അത് ഔഖാത്തു സ്വലാത്ത് കണ്ടുപിടിക്കുന്ന റിസാലത്തുൽ ഹിസാബ് ഓതുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് ഇതിൽ ഇപ്പോൾ പറയാൻ പറ്റൂല. കാരണം അതിന് മുഖറേജിസും ഖുലാസയും തശ്രീഫുൽ അഫ്ലാഖും ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതാണെങ്കിൽ നമുക്ക് ആ ഔഖാത്തു സ്വലാത്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ കണക്കുകളും ഒക്കെ നോക്കിയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ പിന്നെ നിഴല് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒറ്റവാക്കിൽ അതിന്റെ ടൈമുകളൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുന്നതാണ്. അതിനുള്ള ചാർട്ടുകളുണ്ട്, അതിനുള്ള കലണ്ടറുകളിൽ അതിന്റെ ടൈമുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ തന്നെ നോക്കിയാൽ മതി ഇപ്പോൾ നമുക്ക്. അപ്പോ അതാണ് അസ്ഫറും അബിയലുമായിട്ടുള്ളത് ഇങ്ങോട്ട് നീങ്ങുന്നത് വരെ പിന്തിപ്പിക്കൽ സുന്നത്താണ്. എന്തിനാണ്? ഖുറൂജ മിൻ ഖിലാഫി മൻ ഔജബ ദാലിക, ആ അസ്ഫർ അബിയലിനെ അവിടേക്ക് കൊണ്ടുപോകലാണ് അവര് നിർബന്ധമാണ് എന്ന് പറഞ്ഞവരുടെ അഭിപ്രായത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് അത് എവിടം വരെ പോകുമ്പോ എംതദ്ദു ആ ഇശാഇന്റെ ടൈം നീണ്ടു നിൽക്കും ഇലാ തുലൂഇ ഫജ്ർ സ്വാദിഖ് ഫജ്ർ സാദിഖ് വെളിവാകുന്നത് വരെ. ഫജ്ർ കാദിബുണ്ട്, ഫജ്ർ സാദിഖുണ്ട്. അതായത് പിന്നെ നേരം വെളുക്കുന്ന തോന്നുന്ന രീതിയിൽ ചെറിയ ഒരു വെളിച്ചം വരും. അത് കഴിഞ്ഞാൽ പിന്നീട് ഇരുട്ടാവും. അപ്പോൾ ആ വെളിച്ചം കാണുമ്പോൾ ഫജ്ർ സാദിഖാണെന്ന് തോന്നിപ്പോകും. അതിന് ഫജ്ർ കാദിബ് എന്ന് പറയാം. അതല്ല, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന ആ വെളിവിന് അതിനാണ് ഫജ്ർ സ്വാദിഖ് എന്ന് പറയുന്നത്. അത് വരെയാണ്. അപ്പൊ ഫജ്ർ സാദിഖ് വരെയാണ് ഇശാന്റെ ടൈം. സുബഹിൻ സുബഹിയുടെ ടൈം മിൻ തുലൂഇ ഫജ്ർ സ്വാദിഖ് ഫജ്ർ സ്വാദിഖ് വെളിവായത് വരെ കാദിബി കാദിബല്ല കാദിബിയാണ് ഇപ്പൊ പറഞ്ഞു. ഈ സാദിഖ് വരുന്നതിന് മുമ്പ് കുറച്ച് മുമ്പായിട്ട് ഒരു വെളിവ് ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കും സുബഹി ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. അപ്പൊ ആ സമയമല്ല. ഫജ്ർ സ്വാദിഖ് മുതൽ ഇലാ തുലൂഇ ബഅദി ശംസി സൂര്യൻ നിന്ന് കുറച്ചിങ്ങോട്ട് അതിന്റെ വട്ടക്കണ്ണി ഇങ്ങോട്ട് ആ ഉഫ്കിലേക്ക് ലേശം കണ്ടാത്തിനായി ഫുള്ള് വരണമെന്നില്ല. അതുവരെയാണ് സൂര്യ ഉദിക്കുന്നത് വരെ എന്നർത്ഥം. ഇനി വൽ അസ്റു ഹിയ സ്വലാത്തുൽ ഉസ്ത എന്ന് വേറെ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പൊ ചുരുക്കത്തിൽ ആ ടൈം നമ്മളിപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് അതിന്റെ മറ്റു വശങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഖൈറിനെ ബയാൻ കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാനെ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അഅലം.